ചൂരക്കോട്ടുകാവിൽ എടച്ചേരി വളപ്പ വീട്ടിൽ തീർത്ഥയുടെ കൊലുസുകളുടെ കിലുക്കം തുടങ്ങിയിട്ട് നാളുകളായി. ഭരതനാട്യം പഠിക്കാൻ ചേർന്നിട്ടുമുണ്ട്. അതിനിടയിലാണ് പ്രത്യേക രീതിയിൽ കുട്ടി നടക്കുന്നത് അച്ഛൻ ജിനുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു മാസം മുന്നെയാണ് അവളിങ്ങനെ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നത്, എനിക്ക് പണ്ട് സംഘത്തിൻ്റെ ഒരു ക്യാമ്പിൽ വെച്ചിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിരുന്നു. അത് കണ്ടിട്ട് ഞങ്ങളിവിടെ ഒരു ചെറിയൊരു ട്രെയിനിങ് പോലെ ഒരു 10-15 മിനിറ്റൊക്കെ നടത്തിച്ചു. അങ്ങനെയാണ് പിന്നെ കേരള ബുക്ക് ഓഫ് റെക്കോർഡിൽ കൊടുത്തത്. യോഗ പരിശീലിക്കുന്ന അച്ഛന് കുഞ്ഞിന്റെ കഴിവ് തിരിച്ചറിയാൻ ഏറെ സമയം വേണ്ടി വന്നില്ല. തുടക്കത്തിലെ ഇങ്ങനെ നടക്കുന്നതിൽ പേടി തോന്നിയിരുന്നു എന്ന് അമ്മ വന്ദന. ശരിക്കും പറഞ്ഞാൽ പേടിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും അച്ഛൻ പറഞ്ഞ കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്, അത് കാരണം കുട്ടിയുടെ എല്ലുകൾക്കൊന്നും ബലം ഉണ്ടാവില്ല, അങ്ങനെ നടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അയ്യന്തോൾ സരസ്വതി വിദ്യാ നികേതനിൽ LKG വിദ്യാർത്ഥിയാണ് തീർത്ഥലക്ഷ്മി. ഭരതനാട്യം പഠനം മാത്രമല്ല, പാട്ടുപാടാനും ആൾക്കു മടിയില്ല. കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിന് പിന്നാലെ കലാം റെക്കോർഡ്സിലും ഇടം പിടിച്ചിരിക്കുകയാണ് ഈ കുരുന്ന്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കും അപേക്ഷ അയക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ബാലനൃത്തം ചെയ്യുന്നവർ മാസങ്ങളുടെ പരിശീലനം കൊണ്ടാണ് ഇങ്ങനെയൊന്ന് നടക്കാൻ തന്നെ പഠിച്ചെടുക്കുന്നത്. അതാണ് ഈ LKG-കാരി തീർത്തു നിഷ്പ്രയാസം ചെയ്യുന്നത്. അവാർഡുകളുടെ തിളക്കം ഇനിയും ഉണ്ടാകട്ടെ. ക്യാമറാമാൻ മണികണ്ഠനും വിഷ്ണുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 തൃശൂർ.